അരിയോ അരിപ്പൊടിയോ ചേർക്കാതെ വക്കൊക്കെ നല്ല രീതിയിൽ മുരിഞ്ഞ നല്ല അടിപൊളി പാലപ്പം നമുക്ക് റെഡിയാക്കാം. കണ്ടല്ലോ അതിൻ്റെ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള സൗണ്ടൊക്കെ. അപ്പോൾ അത് റെഡിയാക്കുന്നത് നമ്മൾ റവ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനതൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് 2 കപ്പ് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് റവയിലോട്ട് അതേ കപ്പിന് 1 കപ്പ് അവലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മളിന്നിവിടെ വെള്ള അവലാണ് ചേർത്തത്. അതിന് പകരം നമുക്ക് ബ്രൗൺ കളറുള്ള അവലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 2 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിലൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 കപ്പ് ചേർത്തോളൂ, വെള്ളം ഏറൊന്നുമില്ല. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സാക്കാം. ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ റവയും അവലൊക്കെ കുതിർന്ന് കിട്ടും. സിമ്പിളാണ് ഈ ഒരു പാലപ്പം റെഡിയാക്കാനായിട്ട്. തലേ ദിവസം ഒന്നും മാവ് അരച്ച് കൂട്ടി വെക്കണമെന്നില്ല. നമുക്കൊരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. 5 മിനിറ്റിന് ശേഷം നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് 1 കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കുതിർന്നിട്ട് കട്ട പിടിച്ച പോലെ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കാം. നമ്മളെടുത്ത അതേ കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു പാലപ്പത്തിന് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. 1 ഗ്ലാസ് കട്ടൻ ചായയുടെ കൂടെ ഈ ഒരു പാലപ്പം അങ്ങനെ വെറുതെ കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. ഇനിയിപ്പോൾ വല്ല കറി ഉണ്ടെങ്കിൽ സംഗതി അങ്ങോട്ട് കുശാലായി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത് നമുക്ക് നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ഹോട്ടലുണ്ടല്ലോ, അതിലുള്ള മുട്ട റോസ്റ്റിന് നല്ല രുചിയാണ് അല്ലേ. ഒരുപാട് മസാലപ്പൊടികളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ എന്താ അറിയില്ല, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് നമ്മളിത് റെഡിയാക്കാൻ പോകുന്നത്. ഇപ്പോൾ മിക്സിയുടെ ജാറെടുത്തിട്ട് ജാറിലോട്ട് നമ്മൾ ഈ റവയും അവലും മുഴുവനായിട്ട് അങ്ങ് ചേർക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ 2 ട്രിപ്പായിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. പിന്നെ തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. ഒപ്പം തന്നെ ഇതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. പഞ്ചസാര ഇപ്പോൾ ഒരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കാം. പഞ്ചസാര ഒരു ഇച്ചിരി ഉണ്ടാകുമ്പോൾ പാലപ്പത്തിന് നല്ല രുചിയല്ലേ. അതിൻ്റെ കൂടെ ഒരു 3/4 ടീസ്പൂണോളം ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം ആവശ്യമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുത്തത്. ഒത്തിരി വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ മാവിൻ്റെ ആ ഒരു കറക്റ്റ് കിട്ടൂല. നമുക്കെല്ലാവർക്കും അറിയാം പാലപ്പത്തിനുള്ള മാവിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ് ഈ ഒരു മാവും കിട്ടേണ്ടത്. നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രൗൺ കളർ അവലെടുത്തിട്ടാണ് ഇത് അരക്കുന്നതെങ്കിൽ ആ ഒരു പാലപ്പത്തിൻ്റെ കളർ ചെറിയ രീതിയിലൊന്ന് ബ്രൗൺ കളറായിട്ട് മാറും. നല്ല വെള്ള കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ള അവൽ തന്നെ ചേർത്ത് കൊടുക്കട്ടോ. ഒന്നുകൂടിയും ഹെൽത്തി ബ്രൗൺ കളറാണല്ലേ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചെടുത്തോളൂ. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് കേട്ടോ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കാം. ഒരു 3 മണിക്കൂറാകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഇതങ്ങ് പൊങ്ങി വരും. ഇനിയിപ്പോൾ തലേ ദിവസം രാത്രി ഇതുപോലെ അരച്ച് വെച്ച് രാവിലെയും നമുക്ക് എടുത്തിട്ട് ഇത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. നമ്മളിവിടുത്തെ കാലാവസ്ഥ പോലെ ഇരിക്കും കേട്ടോ. ചിലപ്പോൾ 1 മണിക്കൂർ തന്നെ നല്ല രീതിയിൽ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. കണ്ടല്ലോ, നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ അരച്ച സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പം നല്ല രീതിയിൽ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ടല്ലോ. ഈ ഒരു ടൈമിൽ നമ്മൾ തവി വെച്ചിട്ട് നല്ല ഹാർഡായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. ജസ്റ്റ് പതുക്കെ ഒന്ന് സോഫ്റ്റായിട്ട് ഇളക്കിയെടുക്കാം. ആ മുകളിലുള്ള ബബിൾസ് ഒന്നും അടക്കാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് നമ്മുടെ റവ കൊണ്ടുള്ള പാലപ്പത്തിൻ്റെ ബാറ്റർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാനായിട്ട് പോകാം. സാധാരണ നമ്മൾ പച്ചരി വെച്ചിട്ടുള്ള പാലപ്പം ഉണ്ടല്ലോ, അതിനേക്കാൾ രുചിയുണ്ട് കേട്ടോ റവ കൊണ്ടുള്ള ഈ ഒരു പാലപ്പം.
തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഞാനിതാ നമ്മുടെ പാലപ്പത്തിൻ്റെ ചട്ടിയൊക്കെ വെച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് മുരിഞ്ഞൊക്കെ കിട്ടണമെന്നുള്ളവർക്ക് ഒരു ഇച്ചിരി എണ്ണ, ഒരുപാടൊന്നുമില്ലല്ലോ, ഒന്ന് തുടച്ചെടുത്തതേ ഉള്ളൂ. ഒരുപാട് തീ കൂട്ടി വെക്കണ്ട, കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് ഓരോ തവി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് ചുറ്റിച്ചെടുക്കാം. കണ്ടല്ലോ, ഹോളൊക്കെ നല്ല രീതിയിൽ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചിലർക്ക് ഈ ഒരു സെൻറ്ററിൽ ഇങ്ങനെ നല്ല രീതിയിൽ പൊങ്ങി ഇങ്ങനെ അത് ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെ മാവ് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരുപാടൊന്നും ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ സൈഡൊക്കെ നല്ല രീതിയിൽ മുരിഞ്ഞ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ മുരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി അങ്ങ് വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട്. കണ്ടല്ലോ, വക്കുകളൊക്കെ നല്ല രീതിയിൽ മുരിഞ്ഞ് സെറ്റായി. ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഡെയിലി ചപ്പാത്തി കഴിച്ച് മടുത്തിരിക്കുന്നവർ ഇതുപോലെയുള്ള പാലപ്പൊക്കെ റെഡിയാക്കിക്കൊള്ളു കേട്ടോ. നമ്മൾ ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അതേ ഒരു കലോറി തന്നെയാണ് റവക്കും. എനിക്ക് തോന്നുന്നു അത്ര അങ്ങോട്ടില്ല റവക്ക് എന്ന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ നമ്മൾ ഡെയിലി ഇതന്നെ റെഡിയാക്കുള്ളൂ. ഓരോന്നും ഇതുപോലെ ചുറ്റിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടും. എല്ലാതും നമുക്കൊന്ന് ജസ്റ്റ് ഞാനിവിടെ ഇങ്ങനെ ചില നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കേണ്ടി വരും. ചിലതിൽ എണ്ണയുടെ ആവശ്യം ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ തേക്കുമ്പോൾ അതിൻ്റെ വക്കൊക്കെ നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടും കേട്ടോ. താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. കണ്ടല്ലോ, നമ്മൾ ക്യാമറ അങ്ങനെ അടുത്തേക്ക് പിടിക്കണം, അപ്പോഴേ ഇതിൻ്റെ ഹോളൊക്കെ കൃത്യമായിട്ട് കാണുള്ളൂ. നല്ല രീതിയിൽ തന്നെ ഹോളോട് കൂടിയിട്ട് സൂപ്പർ ടേസ്റ്റിലാണ് കേട്ടോ ഈ ഒരു പാലപ്പം. ഇതിലേറെ മുരിയണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി സമയം കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കറിയുടെ ആവശ്യമില്ലാതെ തന്നെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറി റെഡിയാക്കാൻ പോവുകയാണ്. നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടല്ലേ ഓരോ പാലപ്പവും നമുക്ക് കിട്ടുന്നത്. നല്ല രീതിയിൽ തന്നെ ഹോളൊക്കെ എടുത്ത് സൂപ്പർ സെറ്റായിട്ട് കിട്ടി. ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമല്ല. നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് ഓരോന്നും കിട്ടുന്നുണ്ട്. കണ്ടല്ലോ, എല്ലാ പാലപ്പവും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഒന്ന് ഞാനിങ്ങനെ ആ ഒരു സെൻറ്ററിൽ കുറച്ച് മാവ് കൂടുതൽ ഒഴിച്ചിട്ടാട്ടോ റെഡിയാക്കിയത്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ട്, അതിനനുസരിച്ച് ചുട്ടെടുക്കാം. കണ്ടല്ലോ, നല്ല പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ ആ ഒരു മുരിഞ്ഞ സൗണ്ടൊക്കെ കേൾക്കാം. ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല മുരിഞ്ഞിട്ടായിരിക്കും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നല്ല ചൂടോട് കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മളിതിലോട്ടുള്ള നാടൻ മുട്ടക്കറി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതിലോട്ട് 2 സവാളയും 3 പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കളർ ഒരുപാട് ബ്രൗണൊന്നും ആവണ്ട, എന്നാൽ ഒരു ഇച്ചിരി ഒന്ന് വാടി കുഴഞ്ഞ് നിൽക്കട്ടെ. ഒപ്പം തന്നെ 1-2 കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വാടി ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു കുഞ്ഞി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഒന്ന് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കണേ. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചിലർ തക്കാളി ഇടും, ചിലർ ഇടില്ല. പക്ഷെ തക്കാളി കുറച്ചിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കൂട്ടിന്. ഇനി നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി കേട്ടോ, ഇതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അങ്ങോട്ട് ചൂടാക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം ഒഴിച്ചാൽ മതി.
തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു കറിക്ക്. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്കൊരു 4-5 മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെയൊക്കെ തൊലിയൊക്കെ പൊളിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത് രാവിലെയൊക്കെ നമ്മൾ ആ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ. ഞാൻ പറഞ്ഞല്ലോ തേങ്ങാപ്പാൽ ഒഴിക്കുന്നവർക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി രുചിയായി. അപ്പം ഞാനൊരു 5 മുട്ട പുഴുങ്ങി എടുത്തിട്ട് ഇതാ നേരെ നമ്മുടെ ഈ ഒരു മസാലയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഇച്ചിരി സമയം ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ മസാലയുടെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ മുട്ടയിലോട്ടൊന്ന് പിടിച്ച് കിട്ടിക്കോളും. വേണമെന്നുണ്ടെങ്കിൽ മുട്ട ജസ്റ്റ് ഒന്ന് വര ഇട്ട് കൊടുത്തോളൂ. ഒരു തണ്ട് കറിവേപ്പിൻ്റെ കൂടെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ മുട്ട റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലൊരു തിക്ക് ഗ്രേവിയാണ് കേട്ടോ. നല്ല പാലപ്പവും ഇതുപോലെ ഒരു മുട്ട റോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതാ അടിപൊളിയാണ്. പാലപ്പൊക്കെ നല്ല ചൂടോട് കൂടി കഴിക്കുന്നുണ്ടെന്നുള്ളവർക്ക് ആദ്യം കറി റെഡിയാക്കാം. അതിന് ശേഷം ചുട്ടു തുടങ്ങിയാൽ മതി കേട്ടോ. കണ്ടല്ലോ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോഴല്ലേ നമ്മുടെയൊക്കെ വീഡിയോ എല്ലാവരും കാണുള്ളൂ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ നോക്കി കൊടുക്കാനും ആരും മറക്കരുത്. കണ്ടല്ലോ അതിൻ്റെ ആ ഒരു സെൻറ്ററിലൊക്കെ നല്ല രീതിയിൽ ആരെടുത്തിട്ടാണ് കിട്ടിയത്. ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും